ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഏരിയയിൽ നിന്ന് റെഗുലറായിട്ട് PSC ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റപ്പ് എനർജി കൺസർവേഷൻ ആക്ട് ഏത് വർഷമാണ്? 2001 എനർജി കൺസർവേഷൻ ആക്ട് ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് എനർജി ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക, അതായത് എനർജി എങ്ങനെ സെക്യൂർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ എനർജിയുടെ മിസ്യൂസ് എങ്ങനെ തടയാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ എനർജി കൺസർവേഷൻ ആക്ടിൽ പറയുന്നത്. അപ്പോൾ അത് വന്ന വർഷം 2001. രണ്ടാമത്തെ ചോദ്യം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സെറ്റപ്പ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BE അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദി എനർജി കൺസർവേഷൻ ആക്ട് ഏത് വർഷമാണ് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കി വെക്കുക, എനർജി കൺസർവേഷൻ ആക്ട് വന്നത് 1 March 2002. ഓക്കെ, കെയിം ഇൻ ദ ഇയർ 1 March 2002. ഓക്കെ, നെക്സ്റ്റ്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC 2008 June 30 വന്നത്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 2008 June 30 വന്നത്. അതുപോലെ ദ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി NMEE ഈസ് വൺ ഓഫ് ദി 8 നാഷണൽ മിഷൻ അണ്ടർ ദി നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, നാഷണൽ മിഷൻ ഓൺ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ഇത് വന്നത് വൺ ഓഫ് ദി 8 പ്ലാൻസ് അണ്ടർ NAPCC. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ 8 മിഷനാണുള്ളത്. അതിൽ വൺ ഓഫ് ദ മിഷനാണ് എന്ത്, ഈ പറഞ്ഞ ദ നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇന്ത്യ റിലീസ് 75% ഓഫ് ഇറ്റ്സ് എനർജി നീഡ്സ് 75% എനർജി നീഡ്സ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്. ഓക്കെ, അതും നോട്ട് ചെയ്യണം. ഇന്ത്യ ഓൾമോസ്റ്റ് മോർ ദാൻ 60% വേണം എടുത്താലും മതി, അല്ലെങ്കിൽ PSCയുടെ ഉത്തരവ് ഇതാണ്, 75% ഓഫ് എനർജി നീഡ്സ് ഓൺ ഫോസിൽ ഫ്യൂൽ ആണ്. ഓൾദോ ഇന്ത്യസ് പോപ്പുലേഷൻ ഈസ് 70.74 of the world's population, India contribute to the world's gas oil reserve only 0.6 to 0.4% respectively. അതുപോലെ the energy source which is obtained from mixed reserves in nature and are harmful to the nature is conventional energy. Fixed reserves nature and harmful to nature. എന്താണ് conventional energy? പാരമ്പര്യ എനർജി സോഴ്സ്, അതായത് ഫോസിൽ ഫ്യൂവലൊക്കെ. ഓക്കെ, അതാണ് ഈ ഉദ്ദേശിച്ച കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ. നെക്സ്റ്റ്, കോൾ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ എനർജി ആർ സം എക്സാമ്പിൾ ഫോർ കൺവെൻഷണൽ എനർജി. ഓക്കെ, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആർ ഓൾസോ കോൾഡ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ദെൻ ദ ടൈം പീരിയഡ് ദാറ്റ് ഫോസിൽ ഫ്യൂവൽ ഫോംഡ് അബൌട്ട് 360 to 300 million years ago. ദിസ് ഈസ് കോൾഡ് ദ കാർബോണിഫറസ് പീരീഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കണം. അതായത് ഏത് കാലഘട്ടത്തിലാണ് ഫോസിൽ ഫ്യൂവൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്നത്? ഏത് കാലഘട്ടത്തിലാണ്? കാർബോണിഫറസ് എന്ന് പറയുന്ന പീരീഡിലാണ്. അപ്പോൾ ഈ കാർബോണിഫറസ് പീരീഡ് എത്ര കാലഘട്ടം മുതൽ എത്ര കാലഘട്ടം വരെ ആയിരുന്നു? ഏകദേശം 36 കോടി മുതൽ 30 കോടി വർഷം മുമ്പായിരുന്നു. അതായത് 360 million to 300 million. ഓക്കെ, എത്ര സമയമായിട്ടുണ്ടാവും? 17 മിനിറ്റ് എടുത്തുള്ളൂ. സമയം പോകുന്നേ ഇല്ലല്ലേ? Okay, energy produced from non-renewable sources are known as brown energy. ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എനർജി പ്രൊഡ്യൂസ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സസ്, അതെന്താണ്? ദാറ്റ് ഈസ് ബ്രൗൺ എനർജി. എനർജി പ്രൊഡ്യൂസ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സ് ആർ നോൺ ആസ് ബ്രൗൺ എനർജി. എനർജി പ്രൊഡ്യൂസ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സ് ആർ നോൺ ആസ് ബ്രൗൺ എനർജി. എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി നോൺ ആസ് ബ്രൗൺ എനർജി. ഓക്കെ, അപ്പം ഗ്രീൻ എനർജി ഉണ്ട്, ബ്രൗൺ എനർജി ഉണ്ട്. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഗ്രീൻ എനർജി? ഗ്രീൻ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിന്യൂവബിൾ സോഴ്സിൽ നിന്നുണ്ടാക്കുന്ന എനർജികളാണ് ഗ്രീൻ എനർജി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി തുടങ്ങിയവയ്ക്കാണ് ഗ്രീൻ എനർജി. അതേസമയം നോൺ റിന്യൂവബിൾ സോഴ്സ് എനർജി നിന്നുണ്ടാക്കുന്നതാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവയ്ക്ക്. ഓക്കെ, നെക്സ്റ്റ്, നാഷണലൈസേഷൻ ഓഫ് കോൾ മൈൻസ് ടുക്ക് പ്ലേസ് ഏത് വർഷമാണ് ഇന്ത്യയിലെ കോൾ മൈനുകൾ നാഷണലൈസ് ചെയ്തത്? 1973. 1973 കോൾ മൈനുകൾ ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്ത്. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ റാങ്ക് ഓഫ് ഇന്ത്യൻ കോൾ പ്രൊഡക്ഷൻ 2ാമതാണ്. കോൾ പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ റാങ്ക് ഗ്ലോബൽ ലെവൽ 2ാമതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ദ ടോപ്പ് 3 ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ചോദ്യങ്ങൾ വേണം വരാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആ ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്: കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കോൾ എനർജി ഇൻ ഇന്ത്യ.
ഓക്കെ, അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരിക്കും, ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോൾ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ചൈന ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോൾ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഇന്ത്യ സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ ദ ഗ്ലോബൽ കോൾ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റുകൾ തരാം. അപ്പോൾ അത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഇല്ല എന്നുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിക്കില്ല. ഓക്കെ, സോ യു ക്യാൻ പ്ലീസ് നോട്ട് ഡൗൺ ദിസ്. അപ്പം കോൾ പ്രൊഡക്ഷനിലെ ലാർജസ്റ്റ് 3 രാജ്യങ്ങൾ നോക്കുമ്പം ചൈനയാണ് ലീഡ് ചെയ്യുന്നത്, ഇന്ത്യ രണ്ടാമതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മൂന്നാമതായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ചൈന, ഇന്ത്യ, ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് ആണ് ലാർജസ്റ്റ് കോൾ റിസർവ് ഉള്ളത്? ഏത് സ്റ്റേറ്റ് ആണ്? വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് കോൾ റിസർവ് ഇൻ ഇന്ത്യ? ദാറ്റ് ഈസ് ജാർഖണ്ഡ്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ കോൾ റിസർവിലെ 25.88%, അതായത് ഓൾമോസ്റ്റ് 26% ഓഫ് ഇന്ത്യാസ് കോൾ റിസർവ് എവിടെയാണുള്ളത്? ദാറ്റ് ഈസ് ഇൻ ജാർഖണ്ഡ്. ഇന്ത്യയിലെ 26% കോൾ റിസർവ് ഉള്ളതും ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ 26% കോൾ റിസർവ് ഉള്ളതും ജാർഖണ്ഡിലാണ്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കണം. ലാർജസ്റ്റ് കോൾ റിസർവ് ഇൻ ഇന്ത്യ ജാർഖണ്ഡിലാണ്, 26%. ഇനി സെക്കൻഡ് ഏതാണ്? സെക്കൻഡ് ഒഡീഷയാണ്. സെക്കൻഡ് സ്റ്റേറ്റ് ഒഡീഷയാണ്, ഓൾമോസ്റ്റ് 25% ഒഡീഷയിലാണ്. ഓക്കെ, അതുപോലെ ഇൻ ഇന്ത്യ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഈസ് ഫൗണ്ട് ഇൻ അപ്പർ ആസാം, മുംബൈ ഹൈ ആൻഡ് ഗുജറാത്ത്. അപ്പർ ആസാം, മുംബൈ ഹൈ ആൻഡ് ഗുജറാത്ത്. ഓക്കെ, the thermal power is generated in India at various power stations with the help of coal and oil. Okay, അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. Then coal is the most abundant fossil fuel in earth. At present about 27% of the total world energy consumption is from coal. Okay, 27%. ഗ്ലോബൽ ലെവലിൽ 27% ടോട്ടൽ എനർജി എവിടെ നിന്നാണ്? കോളിൽ നിന്നുമാണ്. ഇതിൻ്റെ ഒരു കൺസേൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ കോൾ അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റിൽ നിന്നുള്ള എനർജി ഉപയോഗിക്കുമ്പം ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അത് റീസണായി മാറുകയും അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ പ്രതിഭാസം. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എക്സെട്ര. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഡാറ്റയും നോട്ട് ചെയ്ത് വെക്കുക. ഗ്ലോബൽ ലെവൽ 27%. പിന്നെ കോളിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്താണ്? ദാറ്റ് ഈസ് കാർബൺ. കൽക്കരി കത്തുമ്പോൾ കാർബണാണ് പുറത്തു വിടുന്നത്. ഈ പണ്ടൊക്കെ ഈ ട്രെയിനിൽ പോകുന്നവർ പറയുമായിരുന്നു, പണ്ടത്തെ ട്രെയിൻ എന്ന് പറയുമ്പം കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിനാണ്. ഇന്നത്തെ ട്രെയിനൊക്കെ ഡീസൽ ട്രെയിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രെയിനാണ്. പണ്ട് കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിനാണ്. അപ്പോൾ കൽക്കരി കൊണ്ട് ഓടുന്ന ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ കുറേ ദൂരം ട്രാവൽ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തൊക്കെ സൂട്ട് അല്ലെങ്കിൽ കരി പിടിക്കുമായിരുന്നു. ഓക്കെ, കരിവണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, കാരണം ഈ കൽക്കരി കത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് അന്തരീക്ഷത്തിലേക്ക് പോകണം, ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി സെറ്റിൽ ചെയ്ത് നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും. അപ്പം ഒരുപാട് ദൂരം ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നവരൊക്കെ മേത്ത് മുഴുവൻ കരിയാവുമായിരുന്നു. അതിൽ നമ്മുടെ ലങ്സിന് അത്ര നല്ലതല്ലായിരുന്നു ഈ കാർബൺ ശ്വസിക്കുന്നത്. ഓക്കെ, സോ മെയിൻ കമ്പോണൻറ്റ് ഓഫ് ദിസ് കോൾ ഈസ് കാർബൺ. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ദ കാർബൺ കണ്ടന്റ് ദിസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 4 ഗ്രൂപ്പ്സ്: പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ് ആൻഡ് ബിറ്റുമിനസ് കോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ റാങ്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. ഇതിനകത്ത് പീറ്റ് ഈസ് ദി ലോവസ്റ്റ് റാങ്ക് കോൾ, ഏറ്റവും മോശം, അല്ലെങ്കിൽ മോശം ഇൻ ദ സെൻസ് എനർജി വാല്യൂ അനുസരിച്ച് ഏറ്റവും കലോറിഫിക് വാല്യൂ കുറഞ്ഞ ടൈപ്പ് ഓഫ് കോൾ എന്ന് പറയുന്നതാണ്. അത് പീറ്റാണ്. പീറ്റ് ഈസ് ചീറ്റ് എന്ന് ഓർത്താൽ മതി. പീറ്റ് ചീറ്റാന്ന് ഓർത്താൽ മതി. ഓക്കെ, പീറ്റാണ് ലോവസ്റ്റ് എനർജി വാല്യൂ ഉള്ള ടൈപ്പ് ഓഫ് കോള്. അതേസമയം ആന്ത്രസൈറ്റ് ആണ് ഹയസ്റ്റ് റാങ്ക് കോൾ. അതായത് ആന്ത്രസൈറ്റിലാണ് ഏറ്റവും അധികം എനർജി അല്ലെങ്കിൽ കാലോറിഫിക് വാല്യൂ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മെച്ചം എന്താണ്? ഹയർ കാലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് കോൾ കത്തിക്കുമ്പോൾ തന്നെ കൂടുതൽ എനർജി പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം കോളിനെ ബ്രോഡായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. അതിൽ ഏറ്റവും എനർജി വാല്യൂ കുറഞ്ഞ ലോവസ്റ്റ് റാങ്ക് കോൾ എന്ന് പറയുന്നത് പീറ്റാണ്. പിന്നെ ലിഗ്നൈറ്റും ബിറ്റുമിനസ് കോളും ഏറ്റവും എനർജി വാല്യൂ കൂടിയ കോൾ ഏതാണ്? ദാറ്റ് ഈസ് ആന്ത്രസൈറ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഡാറ്റ ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് നോട്ട് ഡൗൺ ദിസ് ഓൾസോ: പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ ആൻഡ് ആന്ത്രസൈറ്റ്. ഓക്കെ, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ ആൻഡ് ആന്ത്രസൈറ്റ്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ ആൻഡ് ആന്ത്രസൈറ്റ്. ദെൻ
LNG എന്ന് പറയുന്നത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇറ്റ്സ് മച്ച് ക്ലീനർ ദാൻ അതർ ഫോസിൽ ഫ്യൂവൽസ്. LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ആക്ച്വലി ഈ നാച്ചുറൽ ഗ്യാസ് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കണം. ആക്ച്വലി നമ്മൾ ഈ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഈ നാച്ചുറൽ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ടാപ്പ് ചെയ്യാതെ അൺടാപ്ഡ് ആയി പോകുമായിരുന്നു. അതായത് നമ്മൾ ക്രൂഡ് ഓയിൽ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ഇവർ കുഴിച്ചു പോകുന്ന സമയത്ത് ഫസ്റ്റ് കണ്ടെത്തുന്ന നാച്ചുറൽ ഗ്യാസ് ആയിരുന്നു. അത് നമ്മൾ വെറുതെ ഈ പറയുന്ന ഇത് കുഴിച്ചെടുക്കുന്ന സ്റ്റേഷന് മുകളിൽ ബർണർ വെച്ച് കത്തിച്ച് കളയാണ് ചെയ്തത്. പക്ഷേ നിലവിൽ അത് ചെയ്യുന്നത് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ നൗ നാച്ചുറൽ ഗ്യാസ് ഈസ് യൂസിങ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. ഓക്കെ, അത് കുറച്ചുകൂടെ ക്ലീനർ ഫോസിൽ ഫ്യൂലാണ്. ഓക്കെ, ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് LNG ആൻഡ് CNG ആർ മീഥേൻ. അത് നോട്ട് ചെയ്ത് വെക്കുക. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലും കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്താണ്? അത് മീഥെയിൻ ആണ്. ഓക്കെ, ദ മെയിൻ കോൺസ്റ്റൻറ്റ് ഓഫ് LPG എന്താണ്? നമ്മുടെ പെട്രോളിയം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ LPGക്കകത്ത് അത് ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, LPG സിലിണ്ടർ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന LPG സിലിണ്ടറിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണുള്ളത് LPG. അതിനകത്തെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ബ്യൂട്ടൈൻ ആണ്. അതേസമയം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG അല്ലെങ്കിൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG ഇതിനകത്തൊക്കെ മെയിൻ കമ്പോണൻറ്റ് എന്താണ്? ഇതിനകത്തെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഓക്കെ, അപ്പം LNGയിലെയും CNGയിലെയും മെയിൻ കമ്പോണൻറ്റ് മീഥെയിൻ ആണെങ്കിൽ LPGയിലെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് LPGയുടെ പ്രത്യേകത എന്താണ്? LPG കളർലെസ്സും ഓർഡർലെസ്സുമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലെ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇത് കളർലെസ്സും ഓർഡർലെസ്സും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് തിരിച്ചറിയുക? അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി ഡൊമസ്റ്റിക് LPG പ്രൊഡ്യൂസേഴ്സ് ആൻ ഓർഡർ, ഹെൻസ് ഈഥൈൽ മെർക്യാപ്റ്റൈൻ ഈസ് added as an indicator to detect gas leakage. ഈഥൈൽ മെർക്യാപിറ്റൈൽ എന്ന് പറഞ്ഞൊരു കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ ഈ പറഞ്ഞ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് ലീക്കേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും സാധിക്കില്ല. ഓക്കെ, സോ അതും നോട്ട് ചെയ്ത് വെക്കുക. ഈഥൈൽ മെർക്യാപ്റ്റൈൻ ഈസ് ആഡഡ് ആസ് എൻ ഇൻഡിക്കേറ്റർ ടു ഡിറ്റക്ട് ഗ്യാസ് ലീക്കേജ് ഇൻ ഡൊമസ്റ്റിക് LPGs. ഓക്കെ, സോ LPGs ഓർഡർലെസ്, കളർലെസ് and gas obtained from fractional distillation of petroleum. അതുപോലെ തന്നെ when LPG become gas, the container cannot accommodate the entire gas. This increases the pressure to a very high level, causing a huge explosion. This is known as BLEVE, boiling liquid expanding vapor explosion. Boiling liquid expanding vapor explosion. Boiling liquid expanding vapor explosion എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് nuclear energy is usually considered another non-renewable source of energy. Nuclear energy is considered another non-renewable source of energy. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വിചാരിക്കുന്ന കാര്യമാണ് ന്യൂക്ലിയർ എനർജി ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അത് ഡിഗ്രി ലെവൽ എക്സാമിന് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്. ന്യൂക്ലിയർ എനർജി റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണോ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണെന്നുള്ളത്. ആക്ച്വലി ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്? ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ ഫ്യൂവൽ അതിൻ്റെ അളവെന്ന് പറയുന്നത് എന്താണ്? ഭൂമിയിൽ ലിമിറ്റഡ് ആണ്. ഇപ്പം ഉദാഹരണത്തിന് യുറേനിയം എടുക്കുന്നു, ഈവൻ തോറിയം ആണെങ്കിൽ തോറിയം, എന്തായാലും അത് നമ്മൾ ഉപയോഗിക്കുന്നതോറും എന്താണ്? അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതോറും തീർന്നുകൊണ്ടിരിക്കുന്ന സംതിങ്ങിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു എനർജി എന്താണ്? അല്ലെങ്കിൽ അതെന്ത് സോഴ്സ് ഓഫ് എനർജി എന്നാണ് നമുക്ക് കിട്ടുന്നത്? നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ എനർജി ഈസ് ഓൾസോ എ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ആൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം, ന്യൂക്ലിയർ എനർജി ഈസ് റിലീസ് ത്രൂ ന്യൂക്ലിയർ ഫിഷൻ, ദ പ്രോസസ് വെയർ ന്യൂക്ലിയസ് ഓഫ് an atom splits. The material most often used in nuclear power plant is the element uranium. The USA is the world's largest producer of nuclear power. അത് നോട്ട് ചെയ്യുക. ഇന്ത്യയൊന്നും അല്ല, ലോകത്ത് ഏറ്റവും അധികം ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യം ഏതാണ്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഇങ്ങനെയും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺട്രി ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ന്യൂക്ലിയർ എനർജി ഇൻ ദ വേൾഡ്? അതായത് താഴെ കൊടുത്തിരുന്ന ഏത് രാജ്യമാണ് ലോകത്ത് ഏറ്റവും അധികം ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ നടത്തുന്ന രാജ്യം? ഉത്തരം ഏതാണ്? ഉത്തരം USA ആണ്, അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ദ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് is an Indian public sector undertaking based in Mumbai, Maharashtra. It is wholly owned by Government of India and is responsible for the generation of power for electricity. ഇത് നോട്ട് ചെയ്യുക. ഇന്ത്യയിൽ NPCL നാഷണൽ
പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതൊരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഓക്കെ, ബേസ്ഡ് മുംബൈ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. സാധാരണ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ആസ്ഥാനം PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ മുംബൈയിലാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ 1948 ഫോം ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? നമ്മുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഹോമി ജഹാംഗീർ ബാബയാണ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ഹു വാസ് ദാറ്റ്? ഇറ്റ് വാസ് ഹോമി ജഹാംഗീർ ബാബ അഥവാ ഹോമി ജെ ബാബ. ഓക്കെ, ദ ലാർജസ്റ്റ് അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഇൻ ഇന്ത്യ ഈസ് ബാർക്ക്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? ബാഗ്പ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എന്നാണ്. ഇത് ബോംബെക്ക് അടുത്തുള്ള ട്രോംബെയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ബോംബെക്ക് അടുത്തുള്ള ട്രോംബെയിലാണ് ഈ പറയുന്ന ബാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ, ഓക്കെ, ഇത് തരാപ്പൂരാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. അറ്റോമിക് പവർ പ്ലാന്റുമുണ്ട്, അറ്റോമിക് പവർ സ്റ്റേഷനുണ്ട്. അറ്റോമിക് റിയാക്ടറുണ്ട്, അറ്റോമിക് പവർ സ്റ്റേഷനുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടറാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണം. If the question is about India's first atomic reactor, then അതിന് ഉത്തരം ഏതാണ്? അപ്സര. ഇന്ത്യയിൽ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷനാണ് ചോദിക്കുന്നതെങ്കിലോ അതിൻ്റെ ഉത്തരം ഏതാണ്? അതിൻ്റെ ഉത്തരം തരാപ്പൂർ, 1969. അപ്പം ആദ്യം വന്നത് അപ്സരയാണ്. അതൊരു അറ്റോമിക് റിയാക്ടറാണ്. അപ്പോൾ റിയാക്ടറിൽ നിന്ന് എന്തിനാണ് റിയാക്ടർ ഉപയോഗിക്കുന്നത്? റിയാക്ടറിൽ നിന്ന് കിട്ടുന്ന ന്യൂക്ലിയർ റിയാക്ഷനപരമായിട്ട് നമുക്ക് പല ഐസോട്ടോപ്സ് കിട്ടും. പലതും മെഡിസിനൽ വാല്യൂള്ള ഐസോട്ടോപ്സ് ഉണ്ട്. പല പർപ്പസിന് വേണ്ടി നമ്മൾ ഐസോട്ടോപ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഐസോട്ടോപ്സ് ഉപയോഗിച്ച് പല പല പർപ്പസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടറാണ് നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് 1956. പിന്നീടാണ് അതിൽ നിന്നും പവർ ജനറേഷൻ നടത്താം. അതായത് അതിൽ നിന്നുള്ള ഹീറ്റ് ഉപയോഗിച്ചിട്ട് വെള്ളം ചൂടാക്കി ടർബൈൻ കറക്കി നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഐഡിയയിലോട്ട് വരുന്നത്. സോ ദാറ്റ് വാസ് ഇൻ ദ ഇയർ 1969 ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി തരാപ്പൂർ. ഓക്കെ. ഇനി ഇന്ത്യയുടെ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ പേര് ഓപ്പറേഷൻ ശക്തി എന്നാണ്. അതും നോട്ട് ചെയ്യുക, ഓപ്പറേഷൻ ശക്തി. ഇനി ഇന്ത്യയിലെ കുറച്ച് പവർ പ്ലാന്റുകളും അതിൻ്റെ ലൊക്കേഷൻസും തന്നിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പഠിക്കാനുണ്ട്. ഇത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, പവർ പ്ലാന്റും അതിൻ്റെ ലൊക്കേഷനും. കൈഗ എന്ന് പറഞ്ഞ പവർ പ്ലാന്റ് കർണാടകയിലാണ്. അത് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ, KK, കൈഗ കർണാടക. കക്രാപാർ ഗുജറാത്ത്. കൈഗ കർണാടക, കക്രാപാർ ഗുജറാത്ത്. കൂടംകുളം പിന്നെ നമുക്കറിയാം തമിഴ്നാട്. അതുപോലെ മദ്രാസിലെ കൽപ്പാക്കം, അതുപോലെ നറോറ ഉത്തർപ്രദേശ്. അതുപോലെ ഓക്കെ, ഇത് സ്ക്രീൻ വന്നപ്പം സ്പ്ലിറ്റ് ആയി പോയതാണ്. ഓക്കെ, സോ അതുപോലെ തരാപ്പൂർ മഹാരാഷ്ട്ര, ജയ്താപൂർ മഹാരാഷ്ട്ര, കൊവ്വട ആന്ധ്രാപ്രദേശ്, കവാലി ആന്ധ്രാപ്രദേശ്, ഖൊരഗ്പൂർ ഹരിയാന, മഹി ബനസ്വര രാജസ്ഥാൻ, ചുട്ക മധ്യപ്രദേശ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ. ഓക്കെ, ഇനി ഈ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജീനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താണ്? അത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. നമ്മൾ നേരത്തെ ഇത്ര നേരം പറഞ്ഞത് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അഥവാ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇനി പറയുന്നത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി അഥവാ നോൺ കൺവെൻഷണൽ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ്. പാരമ്പര്യമായി കിട്ടിയതല്ല, പാരമ്പര്യേതരമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കും തോറും തീർന്നു പോകത്തൊന്നുമില്ല. ഓക്കെ, സോ വിൻഡ്, ടൈഡ്, സോളാർ, ജിയോതെർമൽ, ബയോമാസ്, റെയിൻ, സൺലൈറ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി. ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ് ആർ നോൺ ആസ് ഗ്രീൻ എനർജി. നേരത്തെ നമ്മൾ നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്നുള്ള എനർജീനെ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ റിന്യൂവബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മൾ എന്ത് പറയും? നമ്മൾ ഗ്രീൻ എനർജി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ റിന്യൂവബിൾ സോഴ്സിൽ നിന്നുള്ളതിനെ ബ്രൗൺ എനർജി എന്നും റിന്യൂവബിൾ സോഴ്സിൽ നിന്നുള്ളതിനെ ഗ്രീൻ എനർജി എന്നുമാണ് പറയുന്നത്. ഓക്കെ, ദെൻ nodal agency of the government of India with the objective of developing renewable energy to meet the country's energy needs എന്താണ്? Ministry of New and Renewable Energy ആണ്. India is the first country in the world to have a separate ministry dedicated to the upliftment and development of the renewable energy sector. ഇതും പ്രത്യേകം നോട്ട് ചെയ്തു. India is the first country in the world to have a separate ministry dedicated to the upliftment
ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. സോ അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമായ നേട്ടമാണ്. നിങ്ങൾക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, അതായത് ലോകത്തിന് ആദ്യമായിട്ടാണ് റിന്യൂവബിൾ എനർജിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു മിനിസ്ട്രി തന്നെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഗ്ലോബലി ഇന്ത്യ ഈസ് ദി 4th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് പവർ. ഇനി സോളാർ എനർജി 5th ആണ്, ഇന്ത്യ റാങ്ക് 5th ഇൻ ദ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ. ഈ ഡാറ്റയൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഈ ഡാറ്റാസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടും. ഓക്കെ, ഈ ഡാറ്റയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പം ഏകദേശം ഒരു ധാരണ ഉണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്, ഇന്ത്യ ഗ്ലോബൽ ലെവൽ റാങ്കിങ്ങിൽ എത്രാമതാണ് വരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് ഭയങ്കര ക്രൂഷ്യലാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം. ദ ടെക്നോളജി ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ഇലക്ട്രിസിറ്റി എന്താണ്, ഫോട്ടോവോൾട്ടായിക് ഇലക്ട്രിസിറ്റി, ഫോട്ടോവോൾട്ടായിക് ടെക്നോളജി. ആക്ച്വലി നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരാം. അതായത് നമുക്ക് ഐൻസ്റ്റീനെ കുറിച്ച് അറിയാം. ഐൻസ്റ്റീൻ ഏറ്റവും അധികം ഫേമസ് ആയിരിക്കുന്ന E=mc² എന്ന ഇക്വേഷൻ്റെ പേരിലാണ്. ഒരുപക്ഷെ അറ്റോമിക് ബോംബിൻ്റെ പോലും പ്രൊഡക്ഷനിലേക്ക് നയിച്ച ഒരു ഇക്വേഷൻ E=mc² എന്ന ഇക്വേഷനാണ്. അതായത് മെറ്റീരിയലിനെ എനർജിയാക്കി മാറ്റാമെന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അല്ല ആക്ച്വലി അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിസിറ്റിക്കാണ്. ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 1920s അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്, ഐൻസ്റ്റീന്. അതുപോലെ ഒരു ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ ഉണ്ട്. ആ സോളാർ മിഷൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസെൻറ്റീവ്സും സബ്സിഡീസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോളാർ പവർ പാനലും മറ്റും ഉണ്ടാക്കുമ്പം ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒബ്ജക്ട്സ് അതിലുണ്ടാവണം എന്ന് പറയാറുണ്ട്. ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള സംതിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഡൊമസ്റ്റിക് കണ്ടൻറ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. 2010 വന്നിട്ടുള്ളത്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് ലോഞ്ച് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 2015 നവംബർ 30 ഇത് വന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് 121 സോളാർ റിച്ച് കൺട്രീസ് ആണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഗുരുഗ്രാമിലാണ്. ഫസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് റൺ എൻ്റയർലി സോളാർ എനർജി ചെയ്താണ് കൊച്ചിൻ. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം നമ്മൾ സിയാൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, സിയാലിൻ്റെ എന്ന് പറഞ്ഞാൽ പബ്ലിക് കൺസോർഷ്യത്തിൻ്റെ കീഴിൽ വരുന്ന കൊച്ചിയാണ് ഫസ്റ്റ് എയർപോർട്ട് ഇൻ ദ വേൾഡ് ടു റൺ എൻ്റയർലി ഓൺ സോളാർ എനർജി. അതുപോലെ സിയാൽ കൊച്ചി വിൻസ് ദി UN ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പ്രൈസ് ഫോർ ഗ്രീൻ എനർജി ഇൻ 2018 ഓൾസോ. ദ ഫസ്റ്റ് ഫുള്ളി സോളാർ പവർഡ് റെയിൽവേ സ്റ്റേഷൻ ആണ് ആസാമിലെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, ആസാം ഏത് റീജിയനാണ് വരുന്നത് നമുക്കറിയാലോ, അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ് ആസാം. അവിടുത്തെ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ് ഫസ്റ്റ് ഫുള്ളി സോളാർ എനർജി പവർഡ് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ ഇന്ത്യയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് സോളാർ പവർ കൊണ്ട് റൺ ചെയ്യുന്ന, ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂർ, വിരാട് കോഹ്ലിയുടെ ഒക്കെ RCBയുടെ ഒക്കെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസ്വാമി സ്റ്റേഡിയം. അത് അതിൻ്റെ റൂഫ് ടോപ്പിലൊക്കെ ഫുൾ സോളാർ പാനൽസ് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കൊച്ചി എയർപോർട്ടിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ കാണാം ഒരുപാട് സോളാർ പാനൽസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. കാരണം ഈ സോളാർ എനർജി ഉപയോഗിച്ചിട്ടാണ് ആ എയർപോർട്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യും. നെക്സ്റ്റ്, ഫസ്റ്റ് കൺട്രി ടു റൺ ഓൾ ഗവൺമെൻറ് ഓൺഡ് പോർട്ട് യൂസിങ് ഗ്രീൻ എനർജി, വിൻഡ് ആൻഡ് സോളാർ പവർ ഇന്ത്യയാണ്. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ് വെയർ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സോളാർ മൈക്രോ ഗ്രിഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വാസ് ഇൻ ഗുജറാത്ത്, വഡോദര. ഗുജറാത്തിലെ വഡോദരയാണ്. ഓക്കെ, the first district in India to have a 100% solar powered primary health center, സൂറത്ത്, ഗുജറാത്തിൽ. അതുപോലെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ലോഞ്ചസ് സോളാർ വാട്ടർ ഫണ്ട്, എ പ്രൊജക്ട് ടു എനേബിൾ ഇറിഗേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളാർ പവർ പമ്പ്സ്, ഒഡീഷയാണ്. ദ ഫസ്റ്റ് സോളാർ പവേർഡ് മൾട്ടിപ്ലക്സ് ഇൻ ഇന്ത്യ, മെട്രോ ഇനോക്സ് ആണ്, ദാറ്റ് ഈസ് ഇൻ മുംബൈ. ഈ ഡാറ്റയൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, കാരണം ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാം. കുറച്ച് കാലം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ചോദ്യങ്ങളിലേക്ക് PSC മാറിയിരുന്നു. പക്ഷേ റീസെൻ്റായിട്ട് വീണ്ടും പഴയ മോഡൽ 2019 മുമ്പുള്ള മോഡൽ പൂർണ്ണമായി പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്തൊക്കെ രീതിയിൽ വീണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചു വരുന്നുണ്ട് PSC. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങളും റെഫറൻസിൽ വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ കിച്ചൺ വില്ലേജ്, അത് ബാൻചയാണ്, ബാൻച വില്ലേജ്.
ബാൻസ വില്ലേജ് മധ്യപ്രദേശിൽ. അതുപോലെ ലാർജസ്റ്റ് റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ഇൻ പഞ്ചാബാണ്. അതുപോലെ പ്രൊജക്ട് ബൈ ഇന്ത്യൻ ആർമി ടു ഡിസ്ട്രിബ്യൂട്ട് സോളാർ ലൈറ്റ് പവർലെസ് ഹില്ലി ഏരിയാസ് ഓഫ് ജമ്മു കാശ്മീർ, പ്രൊജക്ട് റോഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള മേജർ പ്രൊജക്റ്റുകൾ നമ്മൾ എന്ത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേജർ പ്രൊജക്റ്റുകൾ നിങ്ങൾ നോക്കി വെക്കണം. ഇവിടെ പ്രൊജക്ട് റോഷനിയാണ് വരുന്നത്. അതുപോലെ ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഹാവ് എ സോളാർ പോളിസി, ദാറ്റ് ഈസ് ഗുജറാത്ത്. ദ ഫസ്റ്റ് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ടു ഓപ്പറേറ്റ് എൻറ്റയർലി ഓൺ സോളാർ എനർജി, ദാറ്റ് ഈസ് DU. നെക്സ്റ്റ്, ഇൻ May 2018 മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അനൗൺസ് വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഏത് മിനിസ്ട്രിയാണ് വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി അനൗൺസ് ചെയ്തത്? ഏത് മിനിസ്ട്രിയാണ്? വേണം മിനിസ്ട്രി ഓഫ് പവർ എന്നുണ്ടാവും അതിനകത്ത്, മിനിസ്ട്രി ഓഫ് ഹോം മിനിസ്ട്രി എന്നൊക്കെ തരാം. അപ്പോൾ ഏതാണ്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് സെയിം ലാൻഡ് വിൽ ബി യൂസ് ടു ഇൻസ്റ്റാൾ വിൻഡ് ഫാംസ് ആൻഡ് സോളാർ പാനൽ. രണ്ടും ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതാണ് ഈ പറഞ്ഞ വിൻഡ് സോളാർ ഹൈബ്രിഡ് പോളിസി. ദ ഫ്യൂവൽ are obtained from plants and animals that they are known as bio waste or biomass. When biomass is deposited in a biogas plant in the absence of oxygen, biogas is formed by the action of bacteria. Okay. Next, the main constituents of biogas ഏതാണ്? മീഥേനും കാർബൺ ഡയോക്സൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഈ ക്ലാസ്സിന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മീഥേനും കാർബൺ ഡയോക്സൈഡ് ആണ് മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് എന്താണെന്ന് അറിയാലോ, അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അഴുകി ഗ്യാസ് എമിറ്റ് ചെയ്യുന്നതാണ് ബയോഗ്യാസ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ റൈസ് ഫീൽഡ്സ് എന്താണ് മീഥേൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ മെയിൻലി ടൈഡൽ എനർജി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഗൾഫ് ഓഫ് കമ്പത്ത്. ഗൾഫ് ഓഫ് കമ്പത്ത് എവിടെയാണ് വരുന്നത്? ഗുജറാത്തിൻ്റെ തീരത്താണ് ഗൾഫ് ഓഫ് കമ്പത്ത് വരുന്നത്. ഓക്കെ, ഗൾഫ് ഓഫ് അതുപോലെ ഗൾഫ് ഓഫ് കച്ച്, സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റ എവിടെയാണ് വരുന്നത്? വെസ്റ്റ് ബംഗാളിൻ്റെ തീരത്താണ് വരുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ജിയോതെർമൽ പവർ പ്രോജക്റ്റ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പ്യൂഗ വാലി ഓഫ് ലഡാക്ക്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഫസ്റ്റ് ജിയോതെർമൽ പവർ പ്രോജക്റ്റ് എവിടെയാണ്? പ്യൂഗ വാലി ഓഫ് ലഡാക്ക്. ഫസ്റ്റ് ജിയോതെർമൽ പവർ പ്രോജക്റ്റ് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പ്യൂഗ വാലി ഓഫ് ലഡാക്ക്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ്. നിങ്ങൾ നോക്കേണ്ട ഇതിൻ്റെ ആസ്ഥാനമാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ആസ്ഥാനം ഡൽഹിയാണ്. അതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. അതുപോലെ നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. അതുപോലെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നെക്സ്റ്റ്, റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2010 ആണ്. അതിൽ സൂര്യമിത്ര ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി NISC. ഓക്കെ, അതും നോട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ആരാണ് ലോഞ്ച് ചെയ്തതാണെന്ന് നോക്കേണ്ടത്. ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി, ഇനി ഏജൻസിയാണ് ഏജൻസി, ആരാണിത് ലോഞ്ച് ചെയ്തത് എന്നാണ് നോക്കി വെക്കേണ്ടത്. ഓക്കെ, അതുപോലെ നീതി ആയോഗ് ഡ്രാഫ്റ്റ് നാഷണൽ എനർജി പോളിസി എയിംസ് ടു ക്രിയേറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ ദ എനർജി സെക്ടർ ഇൻ 2017 ആണ്. ഓക്കെ, അതും നിങ്ങൾ നോക്കി വെക്കുക. സോ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2010 സൂര്യമിത്ര സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയാണ്. ഓക്കെ, അതുപോലെ ദീനദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന 2015 അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? റൂറൽ ഇന്ത്യയിലേക്ക് കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ഇസ് ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി സപ്ലൈ ടു റൂറൽ ഇന്ത്യ. അതുപോലെ ദ സൗഭാഗ്യ സ്കീം ഓർ പ്രധാനമന്ത്രി സഹജ് ബിജ്ലി ഹർഘർ യോജന 2017 വന്നിരിക്കുന്നത്. ഓക്കെ, സഹജ് ബിജ്ലി ഹർഘർ യോജന 2017. അതുപോലെ ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ ഉജാല ലോഞ്ച് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ 2015. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കണം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? നോൺ സബ്സിഡൈസ്ഡ് LED lamp distribution project. This program is considered world's largest. നോൺ സബ്സിഡൈസ്ഡ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. നോൺ സബ്സിഡൈസ്ഡ് ആണ്. ഓക്കെ, ദ പ്രൊജക്ട് ഈസ് സ്പീർ ഹെഡഡ് ബൈ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ്. ഓക്കെ, ഉന്നത് ജ്യോതി അഫോർഡബിൾ LEDs ഫോർ ഓൾ. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. നോൺ സബ്സിഡൈസ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നേഷൻ വൺ ഗ്രിഡ് 2019. അതുപോലെ ഊർജ്ജഗംഗ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് 2016 ലോഞ്ച് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയാണ്. ഉജ്ജ്വല യോജന നോക്കണം. LPG കളക്ഷൻ 50 മില്യൺ അഥവാ 5 കോടി കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശം ഇതിൻ്റെ ബിലോ പോവർട്ടി ലൈൻ ആയിട്ടുള്ള ആളുകൾക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ലോഞ്ച് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി ഓൺ 1 May 2016. ഓക്കെ, സോ അതും നോട്ട് ചെയ്ത് വെക്കുക. ദെൻ യൂണിയൻ ഗവൺമെൻറ് ഹാസ് ലോഞ്ച് ഡാഷ് ഫോർ ഓൺലൈൻ ബുക്കിംഗ് ഓഫ് LPG സിലിണ്ടേഴ്സ് ഇൻ 2016 സഹജ് സ്കീം. ഓക്കെ, സഹജ് സ്കീമാണ് യൂണിയൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തത്.
സ്കീം എയിംസ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ് പവർ ഒരു പ്രത്യക്ഷ ഹൻസ്താരത് ലാഭ്. ആസ് പെർ ദ സ്കീം LPG കൺസ്യൂമേഴ്സ് ക്യാൻ ഗെറ്റ് ദി സബ്സിഡി എമൗണ്ട് ഡയറക്ട്ലി ടു ദ ബാങ്ക് അക്കൗണ്ട് എലിമിനേറ്റിംഗ് നീഡ് ഓഫ് എനി തേർഡ് പാർട്ടി. അതിൻ്റെ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടി വരുന്ന സമയത്ത് അവിടെ കറപ്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് നേരിട്ട് ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ ദിസ് പഹൽ സ്കീം പ്രത്യക്ഷ ഹൻസ്താരിത് ലാഭ് സ്കീം 2016 വന്നത്. ഓക്കെ, ദെൻ പ്ലാൻ ഫോർ ഫിനാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ റിവൈവൽ പാക്കേജ് ഫോർ സപ്ലൈ കമ്പനീസ് ഇൻ ഇന്ത്യ വിത്ത് ദ വ്യൂ ഓഫ് ഫൈൻഡിങ് പെർമനൻറ്റ് സൊല്യൂഷൻ ടു ദി ഫൈനാൻഷ്യൽ പ്രോബ്ലം ഇൻ ദ പവർ സെക്ടർ. ഉദയ്, അതായത് ഒരു സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, അതായത് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത കമ്പനികൾക്ക് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് അവർക്ക് പലപ്പോഴും നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ കടം കയറി നിൽക്കുന്ന സമയത്ത് കൃത്യമായ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നടക്കാതെ വരുന്ന സമയത്ത് ഗവൺമെൻറ്റിന് അതിൻ്റെ സൊല്യൂഷൻ രീതിയിലാണ് ഉദയ് സ്കീം കൊണ്ടുവന്നത്. ഓക്കെ, 2015 അത് വന്നിരിക്കുന്നത്. അത് നോക്കി വെക്കുക. അവർ പ്രൊജക്റ്റ് പ്രൊമോട്ട് യൂസ് ഓഫ് ഇലക്ട്രിക് കാർസ് ഇൻ ഇ ബൈക്ക്, ഇ ബസ്സസ്, ഇ മൊബിലിറ്റി എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു വലിയ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് ഇതിൽ പഠിപ്പിച്ചുള്ള കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ സ്കീമുകളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണെങ്കിലും ആ സോഴ്സ് എന്താണ്, അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ എന്താണ്, സ്റ്റേറ്റുമായിട്ടുള്ള ഡാറ്റ എന്താണ്, അതിൻ്റെ ഏകദേശ ഡാറ്റയുടെ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സാമിലേക്ക് പോകുന്ന സമയത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ നോക്കണം. അപ്ഡേറ്റ്സ് വെച്ചിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, നിങ്ങളുടെ മെറ്റീരിയൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കാം. ഓക്കെ, കാരണം റെക്കോർഡ് ക്ലാസ് വരുന്ന സമയത്ത് ചിലപ്പം ചില ഡാറ്റാസിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും മെജോറിറ്റി ഡാറ്റയും നമ്മൾ സ്റ്റാറ്റിക്കായി മാറാൻ സാധ്യതയുള്ള ഡാറ്റകളാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കൂടി ശ്രമിക്കാം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.